ഹായ്, നമ്മുടെ LP UP എക്സാം ഇവിടെ അടുത്തിരിക്കുകയാണ്. അപ്പം നമുക്കൊരു റിവിഷൻ ആവശ്യമാണ്. അപ്പോൾ സമയമില്ലാത്ത ആളുകളൊക്കെ പണിക്കിടയിലൊക്കെ കേട്ടിട്ട് പഠിക്കുക. അല്ലാത്ത ആളുകൾ നമ്മൾ വീഡിയോ നോക്കി അറിയാത്തവ നോട്ട് എഴുതി നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. നാഷണൽ ബൊട്ടാണിക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്? അയഡിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്. കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് എന്നാണ്? 1958 കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത്. കടലാസ് കണ്ടുപിടിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? AD 1-ാം നൂറ്റാണ്ടിലാണ് കടലാസ് കണ്ടുപിടിച്ചത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഗുട്ടൻബർഗ് ആണ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ലെഡാണ്. ലെഡ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹമാണ് ലെഡ്. കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? മൈൽഡ് സ്റ്റീലാണ് കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. മഞ്ഞളിനു നിറം നൽകുന്ന രാസവസ്തു ഏത്? കുർക്കുമിൻ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? റോഹ, മംഗലാപുരം. ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? ഇയാൻ ഫ്ലെമിംഗ് ആണ് ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. സെർജി ബുബ്ക ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തൻ? പോൾ വോൾട്ട്. സെർജി ബുബ്ക ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തൻ? പോൾ വോൾട്ട്. തിരുവനന്തപുരം ദൂരദർശൻ മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത്? 1985 ജനുവരി 1-ാം തീയതി മുതലാണ് തിരുവനന്തപുരം ദൂരദർശൻ മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആവി യന്ത്രം കണ്ടുപിടിച്ചത്? ജെയിംസ് വാട്ട്. 1769 ആവി യന്ത്രം വികസിപ്പിച്ചെടുത്തത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ ടു താന 1853 കേട്ടോ. ബോംബെ ടു താനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം താരാപൂർ. വർഷം 1969 കേട്ടോ സ്റ്റാർട്ട് ചെയ്ത്. ചൈനയിലെ മഹാനായ തത്വചിന്തകൻ എന്ന് പറയുന്നത് കൺഫ്യൂഷ്യസ് ആണ്. ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? സോക്രട്ടീസ്. ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? വാട്ടാണ്. ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് അറിയപ്പെടുന്നത് വാട്ട്. കേരളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ. 1963 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം. ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര അംഗങ്ങളുണ്ട്? 11. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരൻ. ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ മുസ്തഫ കമാൽ അറ്റാതുർക്ക്. രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം
സിക്കിം. കേരളത്തിൽ കൂടി എത്ര നദികൾ ഒഴുകുന്നുണ്ട്? 44. കേരള തീരത്ത് ലഭിക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം ഇൽമനൈറ്റ്. അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം പാവപ്പെട്ടവൻ്റെ ഉന്നമനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂര്. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം പീച്ചി. കേരളത്തിൽ ഏത് ജില്ലയിലാണ് പുകയില കൃഷിയുള്ളത്? കാസർഗോഡ്. കേരളത്തിൽ നടപ്പിലാക്കിയ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് EMS. കരയിലെ ഏറ്റവും വേഗതയുള്ള മൃഗം ചീറ്റ. ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുക? കരൾ. കേരള സംസ്ഥാനത്തിൻ്റെ മൊത്തം വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. പള്ളിവാസൽ പ്രോജക്റ്റ് ഏത് നദിയിലാണ്? ഉത്തരം മുതിരപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. കുന്നല കോനാതിരി എന്നറിയപ്പെടുന്ന കേരള രാജാവ് വള്ളുവ കോനാതിരി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ.